ഹലോ, നമ്മളിപ്പോ ഹായ് പ്രിയരെ, ബാക്ക് പാക്ക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മലയാളികളുടെയും പ്രകൃതി സ്നേഹികളുടെയും സ്വപ്നമായ ഭൂമിയിലെ സ്വർഗത്തിലാണ് ഞങ്ങളിപ്പോൾ. വെൽക്കം ടു കാശ്മീർ. നമ്മുടെ കാശ്മീർ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് നമ്മൾ ശ്രീനഗർ വന്നിറങ്ങിയത്. ഞങ്ങളുടെ ഫാമിലി ആയതുകൊണ്ട് കുറേ എൽഡേഴ്സൊക്കെ ഉള്ളായിരുന്നു. പാക്കേജ് എടുത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ടെമ്പോ ട്രാവലറായിട്ട് നാസിർ ഭായ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി കാശ്മീർ കാഴ്ചകളിലേക്ക് കടക്കാം. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് പൈൻ മരങ്ങൾ അതിരിട്ട നല്ല മനോഹരമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള റോഡുകളാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കേ അതിർത്തി സംസ്ഥാനമായ ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാന നഗരമാണ് ശ്രീനഗർ. സിന്ധു നദിയുടെ ഒരു പോഷക നദിയായ ഝേലം നദിയുടെ ഇരുകരകളിലുമായാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സ്നേഹികൾക്ക് ഇവിടം സ്വർഗത്തിന് തുല്യമാണ്. നമ്മളിതാ ദൂരെ മലനിരകൾ കണ്ടു തുടങ്ങി കേട്ടോ. വളരെ വൃത്തിയുള്ള റോഡുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ട്രാഫിക് സിഗ്നലൊന്നും നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ വണ്ടിയൊക്കെ എടുക്കുന്നത്. വണ്ടിയൊക്കെ തോന്നിയ പോലെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ദൽ ലേക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ദാ നേരെ കാണുന്ന ബിൽ ബോർഡിൽ നമുക്ക് ഗുൽമാർഗിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ ശ്രീനഗർ വന്നിരിക്കുന്നത് വിൻ്റർ സീസണിലാണ്. അതുകൊണ്ട് തന്നെ പച്ചപ്പ് കുറച്ച് കുറവാണ് കേട്ടോ. എങ്ങും നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. റോഡിലെവിടെയും ചിനാർ മരങ്ങളൊക്കെ ഇലപൊഴിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നല്ലൊരു സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ദൽ ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദൽ ലേക്കിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത്രയധികം പ്രശസ്തമാണ് ശ്രീനഗറിൻ്റെ രത്നം എന്നറിയപ്പെടുന്ന ദാൽ തടാകം. കാശ്മീരിലെ ഏറ്റവും അധികം സഞ്ചാരികൾ തേടിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിലുള്ള തടി കൊണ്ടുണ്ടാക്കിയെടുത്ത ഷിക്കാര എന്നറിയപ്പെടുന്ന ഹൗസ് ബോട്ടുകൾക്ക് ഏറെ പ്രസിദ്ധമാണ് ഈ തടാകം. ദൽ ലേക്കിൽ നല്ല അടിപൊളി സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തടാകത്തിന് ചുറ്റും ഇതുപോലെ ഓരോ ഘാട്ടുകൾ കാണാം. ഘാട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഷിക്കാരയിലേക്ക് കയറുന്ന സ്ഥലം, ഒരു ബോട്ട് ജെട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ നമ്മുടെ ആലപ്പുഴ കുമരകം പോലെ മൂവിങ് അല്ല കേട്ടോ. കാശ്മീരിലെ ഫസ്റ്റ് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഒരു ഹൗസ് ബോട്ടിലാണ്. ദി ഡോൺ എന്ന് പറയുന്ന ഒരു ഡീലക്സ് കാറ്റഗറി ഹൗസ് ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. കാശ്മീർ ഏതൊരു ഹൗസ് ബോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഷിക്കാരയിൽ തന്നെ പോകണം. ഇവിടെ 2 ടൈപ്പ് ഷിക്കാരയുണ്ട്. തുഴയണ ഷിക്കാരയുണ്ട്, മോട്ടോർ വെച്ചതുണ്ട്. നമ്മളിപ്പോൾ 7 പേരുണ്ട് ടോട്ടൽ. നമ്മളുടെ 7 പേരുടെ ലഗേജും നമ്മളുമായിട്ട് നമ്മളിപ്പോൾ ഒരു മോട്ടോർ ഷിക്കാരയിലാണ് കേട്ടോ ഹൗസ് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഷിക്കാരയിലേക്കൊന്ന് കയറാൻ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊക്കെ പകച്ചു നിന്നു കേട്ടോ. ഇപ്പം എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാണ്. ഘാട്ട് നമ്പർ 17 നിന്നാണ് നമ്മൾ ഷിക്കാര കയറിയത്. ഓരോ ഹൗസ് ബോട്ടുകൾക്കും ഓരോ ഘാട്ട് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് തന്നെ നമ്മൾ ഷിക്കാര കയറണം. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ സ്റ്റേക്ക് ഒരു 1 hour ഷിക്കാര റൈഡും ഉണ്ട്. ഇന്നിപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, നമുക്ക് നാളെ ചെയ്യാം. മോട്ടോർ ഷിക്കാര ആയതുകൊണ്ട് തന്നെ ഏകദേശം 10 മിനിറ്റിൽ താഴെ എടുത്തുള്ളൂ കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ടിലെത്താനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡോൺ ഡീലക്സ് ഹൗസ് ബോട്ട്. മധുബാനുയുടെ ഹിന്ദി പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഷിക്കാരയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഹൗസ് ബോട്ടിലേക്ക്. ഞാൻ വലത് കാലം വെച്ച് ആഹാ കൊള്ളാടാ, സൂപ്പറാടാ. ചെരുപ്പ് പറഞ്ഞാലേ. ഇവിടുത്തെ ഹൗസ് ബോട്ടുകളെല്ലാം ഒരു വിക്ടോറിയൻ സ്റ്റൈലാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണുമ്പോൾ ഏതോ ഒരു പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് ഹൗസിലേക്ക് കയറുന്ന പോലെയാണ് കേട്ടോ.
ദേവദാരു മരം കൊണ്ടാണ് ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കാലം വെള്ളത്തിൽ കിടന്നാലും കേടുപാടുകളൊന്നും സംഭവിക്കില്ല. ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണിത്. 3 ബെഡ്റൂമുള്ള ഒരു ഡീലക്സ് കാറ്റഗറി ഹൗസ് ബോട്ടാണിത്. ഓരോ ബെഡ്റൂമിലും ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും ഉണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു കൊറിഡോറിൽ കൂടി വേണം കേട്ടോ നമ്മൾ റൂംസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വിശാലമായിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം. ഹൗസ് ബോട്ടിലെ എല്ലാ ഫർണിച്ചേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത് വാൾനട്ട് വുഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കാർവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ എല്ലാ ഫർണിച്ചേഴ്സും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. ഇതും സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ടതിൻ്റെ പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും. എല്ലാ റൂമിലും ബെഡ് ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് തണുപ്പ് അറിയേയില്ല. कैप्सिकम आलू चिकन ചപ്പാത്തി. നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പ്ലെയിൻ റൈസ് ഉണ്ട്, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കറി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ദാൽ കറി ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ചൂടും ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിൽ കയറി വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ, കാശ്മീരി ഡ്രസ്സുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഹൗസ് ബോട്ടിൽ ഒരാൾ തന്നെ സെയിൽസിന് കൊണ്ടുവരുന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്കൊരു എന്താ പറയണ ഒരു എക്സിബിഷൻ പോലെ കുറേ കാശ്മീരി പ്രൊഡക്ട്സ് നമ്മൾ കണ്ടു കേട്ടോ. അതിൽ തന്നെ പ്യുവർ പഷ്മീന സിൽക്കിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്ത ഷോളുകൾ ഉണ്ടായിരുന്നു, പിന്നെ കാശ്മീരി വർക്ക് ചെയ്ത ചുരിദാർ സെറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാശ്മീർ വന്ന ദിവസം തന്നെ അത്യാവശ്യം കുറച്ച് നല്ല പർച്ചേസുകളൊക്കെ നടത്തി. അപ്പം ഞങ്ങൾ കിടക്കട്ടെ, നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രം കാശ്മീർ. ഞങ്ങൾ ശരിക്കും സുഖമായിട്ട് ഉറങ്ങി. ബെഡ് ഹീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഇപ്പം സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. വെളിച്ചമൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങി. അപ്പം നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി തണുപ്പുള്ള സ്ഥലമായിരുന്നു. എല്ലാം വൈകിയാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഷിക്കാരയൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബെഡാമറൊക്കെ പറഞ്ഞു നോക്കാം നമുക്ക് കേട്ടോ. എല്ലാവരും ഇരുന്നിട്ടുണ്ടാ. എനിക്ക് പോയിട്ടില്ല, എനിക്ക് ഉപ്പുമാ വേണ്ടി. എന്നാണത് അനുവിൻ്റെ ഫേവറേറ്റ് ആണ് കിട്ടിയത്. കാവ്യാണ് ചായയാണോ? ചായയാണ്. നമുക്കപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഓംലെറ്റും പിന്നെ ചാമ്പരട്ടിയ ബ്രെഡും പിന്നെന്താ ഉപ്പുമാവും ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ടീ കോഫിയും അവൈലബിൾ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇവർ സെയിൽസിന് വന്നേക്കണതാണ്. വാൾനട്ട് വുഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ കേട്ടോ ഇതെല്ലാം. ഹൗസ് ബോട്ടിലെ സ്റ്റേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 1 hour ഷിക്കാര റൈഡ് ഉണ്ട് നമ്മൾക്ക്. അപ്പം നമ്മളിപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള പരമ്പരാഗത ഷിക്കാര ബോട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര കാശ്മീർ ട്രിപ്പിൻ്റെ മെയിൻ ആകർഷണമാണ് കേട്ടോ. ദൽ ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ജനജീവിതം മുന്നോട്ട് പോകുന്നത്. ദൽ ലേക്കിലില്ലാത്ത കച്ചവടങ്ങളില്ല കേട്ടോ. കോഫി, ചായ, കാവ, കെബാബ് അങ്ങനെ എന്ത് വേണം, പിന്നെ ഓർണമെൻറ്റ്സ്, പിന്നെന്താ കരകൗശല വസ്തുക്കൾ, ഇതെല്ലാം ദൽ ലേക്കിൽ നമുക്ക് കിട്ടും കേട്ടോ. വിൽപ്പന വസ്തുക്കൾ വെച്ചിട്ടുള്ള അവരുടെ ഷിക്കാര നമ്മളുടെ ഷിക്കാരായിട്ട് അടുപ്പിച്ചിട്ട് അവർ നമ്മളെ മാക്സിമം ക്യാൻവാസ് ചെയ്യും കേട്ടോ. നന്നായിട്ട് കച്ചവടം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര മര്യാദ ഉള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ പോവും കേട്ടോ. അങ്ങനെ അത്ര വലിയ പ്രഷറൊന്നും തരില്ല. അപ്പോൾ ഇവിടുത്തെ ഫ്രഷ് ഫ്രൂട്ടുകളായിട്ടൊരു ഷിക്കാര ബോട്ട് നമ്മളുടെ ബോട്ടിനടുത്തേക്ക് വന്നിട്ടുണ്ട്. ഫ്രൂട്ട് ചാട്ടാണ് അവരുടെ ഐറ്റം. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 150 രൂപയാണ് പുള്ളി ഒരു പ്ലേറ്റിന് പറഞ്ഞത്. നമ്മൾ പിന്നെ വലിയ കാര്യത്തിന് ബാർഗെയിനൊന്നും ചെയ്യാൻ പോയില്ല കേട്ടോ. കാരണം ഇവരുടെ ജീവിതം ഇതിനെ ചുറ്റിപ്പറ്റിയാണല്ലോ. പുള്ളി ഇതാ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ചാട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കട്ട് ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫ്രഷ്നെസ് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ കിട്ടുമോ? കുറേ നല്ല നല്ല ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇവരുടെ ചാട്ട് മസാലയും ഇവരുടെ ട്രഡീഷണൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ളൊരു ഫ്രൂട്ട് ചാട്ടാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട് ചാട്ട് റെഡി. ഇന്നലെ നമുക്ക് മോട്ടോർ ഷിക്കാരയാണ് കിട്ടിയതെങ്കിൽ ഇന്ന് നമുക്ക് 2 ട്രഡീഷണൽ ആയിട്ടുള്ള ഷിക്കാര ബോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവർ തുഴഞ്ഞിട്ടാണ് കേട്ടോ ഈ 1 hour നമ്മളെ ദാൽ ലേക്ക് ചുറ്റി കാണിക്കുന്നത്. നമ്മളിപ്പോൾ ദാൽ ലേക്കിലെ പ്രശസ്തമായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇരുവശങ്ങളിലും ഷോപ്പുകളാണ് കേട്ടോ. നമുക്ക് ഇവിടെ എല്ലാ വസ്തുക്കളും കിട്ടും. മെയിൻലി കാശ്മീരി പഷ്മീന വൂളൻ ഐറ്റംസ് ആണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ബോട്ടിൻ്റെ ആളവിടെ നിർത്തി തരും കേട്ടോ. ഇവിടെ ലയിച്ചിട്ട് നല്ല പർച്ചേസിങ് ആണ്. എന്തെന്നാ ലയിച്ചിട്ട് നോക്കുന്നത് കണ്ടോ? ഇവിടെ ദേ കണ്ടോ ജ്വല്ലറി കൊണ്ടുവന്നേക്കണോ? ഇവിടെ മുത്തുമാലകളും ഒക്കെ പർച്ചേസിങ് ആണ് ഇവിടെ. ദാൽ ലേക്കിലെ ഷിക്കാര റൈഡിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം സൺസെറ്റ് ടൈമാണ് കേട്ടോ. ഒരു നോർമൽ ഷിക്കാര സഫാരി വരുന്നത് ഏകദേശം 1/2 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ ആയിരിക്കും. നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 മണിക്കൂർ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് 1 മണിക്കൂറിൽ കൂടുതലും നമുക്ക് കിട്ടും കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസം കൗൺസിൽ തീരുമാനിക്കുന്ന റേറ്റാണ് ഷിക്കാരയ്ക്ക് വരുന്നത്. ഏകദേശം 1 മണിക്കൂറിന് ഒരാൾക്ക് 770 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഷിക്കാര കൂടാതെ കുറേ സ്പീഡ് ബോട്ടുകൾ നമുക്കിവിടെ കാണാം. ഇന്നിപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ക്ലൗഡി ആയിരിക്കുന്ന കാരണം ബാക്കിൽ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസിൻ്റെ വിസിബിലിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ. ദാൽ ലേക്ക് കൂടി ഒരു ഷിക്കാരയിലൊക്കെ പോകുമ്പോൾ കുറച്ച് റൊമാൻസ് ഒക്കെ വേണ്ടേ? 1 hour ഒക്കെ പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ ദാൽ ലേക്കിൽ വരുന്ന ഓരോ സാധനങ്ങൾ തിന്നും കുടിച്ചും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് സമയം പോകുന്നതേ അറിയില്ല. നമ്മളിപ്പോൾ ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് മുഗൾ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. 24 രൂപയാണ് അഡൾട്ടിന് എൻട്രി ഫീസ് വരുന്നത്. പ്രകൃതിദത്തമായ ഭംഗിയും വാസ്തുവിദ്യയുടെ കൃത്യമായ ഉപയോഗവും നിർമ്മാണ രീതിയും കൊണ്ടെല്ലാം ഏറെ പേരുകേട്ടതാണ് ഇവിടുത്തെ എല്ലാ ഗാർഡനും. പക്ഷേ വിൻ്റർ സീസൺ ആയതുകൊണ്ട് പൂക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നരച്ച രീതിയിലാണ് കേട്ടോ ഗാർഡൻസ് ഇരിക്കണത് എല്ലാം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗാർഡൻ മാത്രമാണ് സന്ദർശിച്ചിട്ടുള്ളൂ. കാരണം എന്താ, ഈ കാണുന്ന വ്യൂ കാണാനായിട്ടാണ് ഇവിടെ വന്നത്. ദാൽ ലേക്കിൻ്റെ ഒരു പെനോറമിക് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സമ്മർ സീസണിൽ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടോ. അതാ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും, ഫൗണ്ടൻ്റെ വെള്ളമായിരിക്കും കേട്ടോ. തട്ടുകെട്ടായിട്ടാണ് ഈ ഗാർഡൻ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സമ്മർ സീസണിലെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. സമ്മർ സീസണിൽ ഈ ഗാർഡൻ ദാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഫുൾ പച്ചപ്പും ഫൗണ്ടൻസൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു 2 വർഷം മുന്നേ കാശ്മീർ നമ്മൾ സമ്മർ സീസണിൽ വന്നപ്പോൾ എടുത്ത ഒരു ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഗാർഡൻ തട്ടായിട്ടാണ്. ഇത് ആക്ച്വലി 3 തട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഡനിൽ എല്ലായിടത്തും ഒരു പേർഷ്യൻ മുഗൾ ആർക്കിടെക്ചറാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നിന്ന് ദാൽ ലേക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പണികഴിപ്പിച്ചതാണ് ഈ ഗാർഡൻ. കാശ്മീർ ഓരോ സീസണും ഓരോ ഭംഗിയാണ്. ഈ ഭംഗി ആസ്വദിക്കണമെങ്കിൽ സമ്മർ തന്നെ വരണം കേട്ടോ. അപ്പം നമുക്കിനി വിൻ്റർ സീസണിലേക്ക് മടങ്ങി വരാം. ഗാർഡൻ ഏകദേശം ക്ലോസിങ് ടൈമിലാണ് നമ്മൾ വന്നത്. ദാൽ തടാകത്തിന് അഭിമുഖമായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെടുത്ത കുറച്ച് അടിപൊളി ഫോട്ടോസ്. ഇവർ നല്ല അടിപൊളിയായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റായ ലാൽ ചൗക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ വന്ന ഷോപ്പിംഗ് ചെയ്യുന്ന മസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ലാൽ ചൗക്ക് കേട്ടോ. അത്യാവശ്യം നല്ല ചീപ്പായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒരു കാണിച്ചു കൊടുത്തല്ല ഷോപ്പിംഗ്
ശ്രീനഗറിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാൽ ചൗക്ക് വെറും ഒരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ലാൽ ചൗക്ക്. ഒരു ട്രഡീഷണൽ ആൻഡ് മോഡേൺ മിക്സ് ആയിട്ടാണ് ഇവിടെ ഈ സ്ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത് ഇത് റിനോവേറ്റും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്സ് നമുക്ക് രണ്ട് സൈഡിലായിട്ട് കാണാം. കഫേസും ഉണ്ട്, പിന്നെ ലോക്കൽ വെൻഡേഴ്സ് ഹാൻഡിക്രാഫ്റ്റ് സെല് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ കാശ്മീരി ക്ലോത്തിങ് ഉണ്ട്, പിന്നെ കാശ്മീരി ക്യൂസീൻസ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് ട്രൈ ചെയ്യാം. ഞങ്ങളിപ്പോൾ ഒരാൾ ക്യാൻവാസൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയേക്കാണ്. ഇവിടെ ഹോൾസെയിൽ ഷോപ്പാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാണ്ട് ഇറക്കിപ്പോന്നു. വർഷങ്ങളായിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ മൊമെൻറ്റ്സ്, പ്രൊട്ടസ്റ്റുകൾ, റാലികൾ, സെലിബ്രേഷൻസ് എല്ലാം സാക്ഷിയായിട്ടുള്ളൊരു സ്ക്വയറാണ് കേട്ടോ ഇത്. ഞങ്ങളിപ്പോ കാശ്മീരി വർക്ക് ചെയ്ത മറ്റേ പോഞ്ചോ ഇല്ലേ, നേരിട്ട് കാണിച്ചു കൊടുത്തരാൻ എങ്ങനെയാണ്. ആയിക്കൊള്ളാലോ, രസമുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് തേടി നടക്കാം കേട്ടോ. ഇങ്ങനെ ഗുൽമാർഗ്, പഹൽഗാം, ശ്രീനഗർ എന്നൊക്കെ എഴുതിയിട്ടുള്ള മാഗ്നറ്റ്സ് ഇല്ലേ, അപ്പോൾ അത് തേടി നടക്കുകയാണ് ഞങ്ങളിപ്പോൾ. ആൻഡ് ഫൈനലി ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ പല ടൈപ്പ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ട്രഡീഷണൽ കാശ്മീരി വെയർ കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള കാശ്മീരി ഡ്രസ്സിനെ പറയുന്നതാണ് ഫെയർ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഫെയറിനാണ് കേട്ടോ. കാശ്മീരി ഹാൻഡ് വർക്ക് ചെയ്ത് നല്ല അടിപൊളി ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വിൻ്റർ ജാക്കറ്റ്സിനൊക്കെ ഒരുപാട് റേറ്റാണ്. അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ ഈ ലാൽ ചൗക്കിൽ വന്നിട്ട് വിൻ്റർ ജാക്കറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് അത്യാവശ്യം നല്ല ചീപ്പായിട്ട് കിട്ടും. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീനഗർ വന്നാൽ ഹൗസ് ബോട്ട് സ്റ്റേ അത് മസ്റ്റാണ്, അതൊരു അനുഭവം തന്നെയാണ്. ദൽ ലേക്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, അതുകൊണ്ട് ഹൗസ് ബോട്ട് സ്റ്റേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇതൊരു അനുഭവം തന്നെയാണ്, മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മഞ്ഞിൽ പുതച്ച് കിടക്കുന്ന കാശ്മീരിൻ്റെ കാഴ്ചകളുമായിട്ട് കാശ്മീർ സീരീസ് പാർട്ട് 2 വേഗം വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ യാത്രയിൽ കൂടെ കൂടണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് പാക്ക് കപ്പിൾ.